വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണുണ്ട്. അപ്പോൾ ഞങ്ങളിതേ രാജക്കാട് വരെ പോവാണ്. ഒന്ന് ഹോസ്പിറ്റലിൽ കയറണം, പിന്നെ ഗ്യാസ് എടുക്കണം, കുറച്ച് 56 ആവശ്യമായിട്ടുള്ള ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ ഇന്നലെ എനിക്ക് പോയപ്പോൾ മേടിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് മേടിക്കാമെന്ന് വിചാരിച്ചാൽ 2 ദിവസത്തേക്ക് അവധിയല്ലേ, നാളെയും നാളത്തേക്കും അവധി ആയതുകൊണ്ട് പോവാം. കയറാൻ പറ്റുമോ? ബാഗ് എടുത്തോ മതി. നമുക്ക് പോകാനുള്ള ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചിക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് നമ്മൾ പോവാണ് കേട്ടോ. എപ്പോഴും നമ്മൾ വിളിക്കുന്നത് അനൂപേട്ടയാണ്. അനൂപേട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാച്ചായിയുടെ, അതായത് ഞങ്ങളുടെ അച്ഛൻ്റെ അനിയൻ്റെ മകനാണ് കേട്ടോ, ഞങ്ങളുടെ ആങ്ങളെയാണേ. അപ്പോൾ നമ്മൾ രാജക്കാട് ചെന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം, അതുപോലെ ഹോസ്പിറ്റലിൽ ഒന്ന് കയറണം. ഗ്യാസ് എടുക്കുന്നതാണ് മെയിൻ കേട്ടോ. ഗ്യാസ് എടുത്തു. അയ്യോ, നീണ്ട എത്ര മാസമാടി? 2 മാസം 2.5 മാസം തോന്നുന്നു അല്ലേ? അതെ, നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തീർന്നത്. 2.5 1.5 മാസം ശേഷം നമ്മൾ ഗ്യാസ് എടുത്തിരിക്കുകയാണ് ഗൈസ്. ബുക്ക് ചെയ്ത് ഉടനെ തന്നെ കിട്ടി. ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനം എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ പൂമാലയാണ് കേട്ടോ വാങ്ങിയത്, 2-3 പിന്നെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. അത് നമ്മളൊരു കടയിൽ കയറിയിട്ട് എല്ലാവരും നാരങ്ങ വെള്ളം കുടിച്ചൊന്നും കഴിച്ചൊന്നുമില്ല, അവിടെ ഒന്നും കഴിക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് മീൻ വാങ്ങാനാണ് പോയത്. ഇത് നമ്മുടെ സ്റ്റാൻഡിലുള്ളൊരു മീൻ കടയാണ് കേട്ടോ, നല്ല ഫ്രഷ് മീനാണ് കേട്ടോ എല്ലാം. കുറേ ഉണ്ട്, പിന്നെ മീൻ അറിയാലോ നല്ല വിലയാണ്. അതുകൊണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ വാങ്ങണ്ടതെന്ന്. അങ്ങനെ ഞാൻ ലിതിമോള് വണ്ടി ഇരിക്കുമ്പോൾ ലിതിമോളോട് ഓരോ മീനുകൾ വേണോ എന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കൂന്തൽ എത്ര ഏട്ടാ? 380. കൂന്തൽ കണ്ടപ്പോൾ ആദ്യം കൂന്തൽ വേണമെന്ന് പറഞ്ഞു. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അത്. അപ്പോൾ ഞാൻ ചേട്ടനോട് റേറ്റ് ചോദിച്ചാൽ എത്രയാന്നേ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു 380. അത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു വേണ്ടാന്ന്. അങ്ങനെ ആദ്യം വേണ്ടാന്ന് പറഞ്ഞിട്ടപ്പോൾ എനിക്ക് സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു കേട്ടോ. കാരണം വേറൊന്നുമില്ല, സന്തോഷം വന്നത് നമ്മുടെ അവസ്ഥയും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയാണ് ആ കുഞ്ഞ് വളരുന്നതെന്ന് ഓർത്തപ്പോൾ ഒരു സന്തോഷവും, പിന്നെ അവനത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായിട്ടോ. എന്തായാലും ഞങ്ങൾ വീട്ടിലാരും ആ സാധനം കൂട്ടില്ലാത്തതുകൊണ്ട് ആദ്യക്ക് മാത്രമായിട്ട് ഞങ്ങൾ കുറച്ച് വാങ്ങിക്കൊടുത്തു കേട്ടോ. അവൻ്റെ ആ സന്തോഷം കാണുമ്പോൾ അത് വലിയ സന്തോഷം. വേറെ വലിയ കാര്യങ്ങളൊന്നും അവന് വേണ്ടി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവൻ്റെ ചെറിയ കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞാൻറ്റി എന്നൊരു നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്തൊരു കുഞ്ഞു പെണ്ണും കിടപ്പുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഡെക്കറേഷൻ എണീറ്റ് തന്നെ അയ്യോ. നമുക്ക് തുടങ്ങിയാലൊരു ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങിയാലോ? സ്വന്തമായിട്ട് സാരി വെച്ചോ. ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം കേട്ടോ. ഒത്തിരി വെറുപ്പിക്കണം, കാരണം എനിക്ക് വരും പൊട്ടുന്നത് ഭയങ്കര പേടി. ഇതിന് കിട്ടാതെയാ മതി. അങ്ങനെ ഇടാൻ പറ്റത്തില്ല. എന്താ എടുത്തില്ല, അതൊക്കെ ഇടാം. അത് ഞാൻ ശരിയാക്കി തരാം. സമാധാനപ്പെടില്ലേ? സമാധാനപ്പെട്. നിനക്ക് ഞാൻ സെറ്റാക്കി തന്നാ പോരെ? സെറ്റാക്കി ഞാൻ തരും.
കുടിക്കാൻ വെള്ളം എടുത്ത് വെച്ചിട്ട് വെച്ചേ. വെള്ളം തിളച്ച് വരുമ്പോഴത്തേട്ട് കഞ്ഞി എടുത്തണം. സാധനം എന്നെ എങ്ങനെ അറിയാവോ, ഇവിടെ ഒരു പീസ് ഉണ്ട്. ഈ പീസ് എടുത്ത് നമ്മൾ ഇങ്ങനെ അത് ഇച്ചിരിയോടെ വലുതാക്കി ദൈവത്തെ ഓർത്ത കസര ഇട്ടിരിക്കുന്നു കേട്ടോ. അങ്ങോട്ട് ദൂർക്കറി അതിൻ്റെ അത് കാരണം അവിടെ കാണത്തില്ലല്ലോ. ഇപ്പോൾ ഓക്കെ. അങ്ങനെ ഇട്. അതും ഇപ്പുറത്തോട്ടിട് കുറച്ചും കൂടെ. ഇതോ അങ്ങനെ ഇടും. ഓക്കെ, ഇപ്പം കറക്റ്റായി. ബലൂണിൻ്റെ ആവശ്യമൊന്നുമില്ല, രസമല്ലേ. ഞാൻ ഒത്തിരി ബലൂണൊക്കെ വെച്ച് ഞാൻ ഓവറാക്കുന്ന ഇഷ്ടമാണ്. സിമ്പിളായിരുന്നു, പക്ഷെ സൂപ്പറായിട്ട് പേരും കൂടെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പേര് എഴുതാൻ പറ്റിയില്ല. അവിടെ ഇട്ടോ ഓക്കെ ഓക്കെ. ആ 3 പേരും മതിയെന്ന് എനിക്ക് തോന്നുന്നു. കെട്ടിയത് നമുക്ക് എൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇത്തിരി ഒരു വാള് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം എല്ലാം കൂടെ വിളക്കും അതൊക്കെ വെച്ചിട്ട് ബാക്കിയിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. ബുക്കിങ്ങിനായിട്ട് ഞാൻ നമ്പർ ഇവിടെ കൊടുക്കുന്നതാണ്, നിങ്ങൾ ബുക്ക് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ഞാൻ രാജക്കാട് വരെ ഇപ്പോൾ കുറച്ച് സാധനം കൂടെ മേടിക്കാനുണ്ട്, നല്ല ചില്ലറ സാധനങ്ങളൊക്കെ. പിന്നെ അമ്മച്ചി അരി മേടിക്കാറൊക്കെ പോവാണ്. അപ്പോൾ ഇന്ന് ലിജിമോളും ചേട്ടായൊക്കെ എല്ലാവരും വരും, കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവർ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റാണ്. അപ്പോൾ കുഞ്ഞവിടെ നൂലുകെട്ടിൻ്റെ സമയത്ത് ഉണ്ടാവില്ല, അവർ വൈകുന്നേരം ആവും എത്തുമ്പോഴത്തേക്കും. രാവിലത്തേക്ക് അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. എവിടെ പോകുന്നു? വായിക്കാട്. ഇവിടെ നിന്നാണോ പഠിക്കുന്നത്? ഇവിടുന്ന് പഠിക്കാം. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി മുല്ലപ്പൂ ഒക്കെ വാങ്ങാനായിട്ട് പോവാണ് കടയിലേക്ക്. മുല്ലപ്പൂ ഒരു 2 മുഴം, 2 അങ്ങനെ മുല്ലപ്പൂ ഒക്കെ വാങ്ങിയിട്ട് നേരെ ഞാൻ പോയത് ഇറച്ചി വാങ്ങാനാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ വരുമല്ലേ, അപ്പോൾ അവർക്കും കൂടെയൊക്കെ ഉള്ളതായിട്ട് കുറച്ച് അധികം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകണ സമയം ഒത്തിരി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെന്നിട്ട് വേണം ഇനിയിപ്പോൾ ലിതിമോക്ക് തയ്ക്കുന്ന കടയിൽ നിന്നൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊണ്ട് പോകാനായിട്ട്. ലിതിമോക്ക് മാത്രമല്ല ആദിക്കും കുഞ്ഞിപ്പെണ്ണിനൊക്കെ അതേ കൊടുത്തിട്ടുണ്ട് കേട്ടോ തയ്ക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ തയ്ച്ചു തരുന്നത് ഞങ്ങളുടെ ചേച്ചിയാണിത്. ചേച്ചിയുടെ പേര് പറയൂ. സോഫിയമ്മ. നല്ല അടിപൊളിയായിട്ട് തയ്ക്കോട്ടത്. തയ്ച്ച് ലിതിമോളുടെ ബ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണിൻ്റെ ഡ്രസ്സ് ഇതാണ്. അവളെ ഇടിയിച്ചിട്ട് കാണിച്ചു കൊടുക്കുക. നല്ല ഭംഗിയായിട്ട് തയ്ച്ചിട്ടുണ്ട് ചേച്ചി. വേഗം നമുക്ക് പോകാം. 11:30 ഫംഗ്ഷൻ. അപ്പം ആദിയുടെ ജുബയ്ക്ക് എന്തുവാ ഇത് വെക്കണോ അല്ലേ, ബട്ടൺസ് വെക്കാനല്ലേ. അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കയറിപ്പോവാം. ശരിക്കും ഒരു വിളക്ക് കത്തിക്കേണ്ടത് എങ്ങനെയാണ്, എത്ര തിരി ഇടണം, അതൊന്നും അറിയില്ലായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ട് നോക്കി അമ്മയോടൊക്കെ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ വിളക്ക് തന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ട് മേളിലുള്ള വീട്ടിലെ ചേച്ചിയാണ് കേട്ടോ. അവരുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അറിയുന്ന രീതിയിലൊക്കെ ദേ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടുത്തെ പരിപാടികളൊക്കെ ദേ എൻ്റെ അകത്ത് ചന്ദനുണ്ട്. കൊച്ചിൻ്റെ ഡൈപ്പർ പൊട്ടിച്ചെടുക്കണം ആ സൈഡിൽ നിന്ന്. സൈഡിൽ നിന്ന് പൊട്ടിച്ചാൽ മതി. അപ്പോൾ കൊച്ചിനെ നൂല് കെട്ടാൻ പോവാണ് കേട്ടോ. ഞാനേ ഒരു വീഡിയോ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടായി. ഞാൻ പിന്നെ ഒന്നും കൂടെ എഡിറ്റ് ചെയ്തു, പിന്നെ ഇടുകയാണ്. അതെന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നൂല് കെട്ടൊന്നും നന്നായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞാമ്മയ്ക്ക് പേര് വിളിക്കാൻ പോവാണ്, അവളുടെ പപ്പയെ. കൊച്ചു നല്ല കരച്ചിലാണ് കേട്ടോ. ദേവിക്ക് നമ്മൾ പേരിട്ടേക്കുന്ന ആദ്വിക എന്നാട്ടോ. അപ്പം നല്ല രീതിയിൽ നൂലുകെട്ടൊക്കെ കഴിഞ്ഞ് കുഞ്ഞാടെ പേര് വിളിച്ചു. അവളുടെ ഒപ്പം ഇനി നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും എപ്പോഴും ഉണ്ടാവണം, അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാനൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം ഞങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുകയാണ് ഈ നിമിഷം.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ശരിക്കൊന്നും എനിക്ക് നിങ്ങൾക്ക് ഈ ചടങ്ങ് കാണിക്കാൻ പറ്റുന്നുണ്ടായില്ല. നിങ്ങൾ ക്ഷമിക്കുക. അപ്പം വേറെ ഒന്നുമില്ല, എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായ നിമിഷമാണ്. കാരണം അവൾ ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചൊരു പെൺകുഞ്ഞ് വേണമെന്നുള്ളത്. അപ്പോൾ അവളെ കയ്യിൽ കിട്ടിയ നിമിഷം എന്ന് പറയുന്നത് സന്തോഷം കൊണ്ട് കരഞ്ഞു പോയ നിമിഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുഞ്ഞാവയും എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ അവരെ ഡ്രസ് കോഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത്രയും വലിയ ചന്തനം എടുക്കുന്നു തൊട്ടപ്പോൾ അങ്ങ് ആയത് നോക്ക് കൊള്ളാം. അപ്പോൾ ഇവിടെ ഒരാൾ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കാണിക്കാൻ ഞാൻ ഇട്ടിട്ടുണ്ട്. ബീഫ് കറി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചത്തേക്കുള്ളത്. പിന്നെ നമ്മുടെ ഗസ്റ്റുകൾ വരുന്നുണ്ടല്ലോ, അവർക്കും കൂടെ ഉള്ളതാണ് കേട്ടോ. നല്ല രീതിയിൽ 28 56 കഴിഞ്ഞില്ല അമ്മ. ഞങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ടേ പിന്നെ അറിഞ്ഞാണ് കിട്ടുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഭയങ്കര കൊച്ചു കരച്ചിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്കും വയ്യ, അതുപോലെ ഞാനും രാജക്കണ്ണനൊക്കെ പോയതുകൊണ്ട് അധികം ഒന്നും ഉണ്ടാക്കാനുള്ള ടൈമും കിട്ടിയില്ല. അവർ വരുമ്പോഴത്തേക്കും വേണം ഉണ്ടാക്കാൻ കേട്ടോ. എന്താണോ എന്താണോ നാക്കെടുത്ത് വെച്ചിട്ട് തേക്കണം തോന്നല്ലോ കൊണ്ട് കാണിക്കാം. വാവേ ഇവിടെ 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 പൊന്നേ വേറെ എവിടെയൊക്കെ നോക്കും. വാവേ ഇംഗ്ലീഷാണോ മനസ്സിലാവുള്ളൂ? ഇംഗ്ലീഷാണോ പറയണ? രാത്രി മുറുക്കുന്ന ഇഷ്ടമല്ല. പാപ്പ കുടിക്കാനുള്ള വഴിയില്ല. കൊടുത്തൂടെ അപ്പാപ്പയ്ക്ക്? എന്നാ ശരി ശരി, എന്നാ ഒരു ഉമ്മ കൊടുക്കുന്ന. കൊഞ്ചുവാണേ, കരച്ചിലൊന്നുമില്ല, കൊഞ്ചിൽ മാത്രമേ ഉള്ളൂ. ഇല്ലില്ല. ബാഗ് എടുത്തില്ലേ? ഇപ്പോഴുള്ള വഴി അടിച്ചാടി പൊക്കും. ടൂ വീലറിനാകുമ്പോ ഏതിനും വഴി കൂടെ കയറി പോവാല്ലോ. അപ്പൊ അമ്പള വഴിയല്ലേ വന്നത്? നിർത്തി നിർത്തി പോയ 3.5 മണിക്കൂർ ചേട്ടായി പാമ്പള വഴി അല്ലടി വന്നേ. പിന്നെ പാമ്പള വഴി വന്ന കല്ലാറ് പോയല്ലോ. അമ്മ പൈങ്ങോട്ടൂരൂടെയൊക്കെ വന്നേ. മണ്ണപ്പുറം പൈങ്ങോട്ടൂര് കൂടി 2 മണിക്കൂർ കൂടി ആണോ? മുരിക്കാശ്ശേരി കൂടി അതിലേ വന്നേ ചേട്ടായി. മുരിക്കാശ്ശേരി കയറി. എന്നാ അതിൽ ഈ വഴി തന്നെ എന്നിട്ട് പാമ്പള കൂടി നമ്മളെ പോയ വഴിയല്ല ചേട്ടായി പോയെ. അതാ വഴിയാ, ഒത്തിരി എളുപ്പാ, ഒത്തിരി തിരക്കൂല. എടാ എടാ നിന്നോട് ഞാൻ എന്തെങ്കിലും വന്നേടാ. അതെ പപ്പ പോണടാ. എടാ പാപ്പയ്ക്ക് രാജ്യം കൊടുത്തു വിടാ. അവന്റെ കൊള്ളാട്ടാടാ, നീ പരിക്കാത്ത ഫോൺ മാറ്റാൻ പറഞ്ഞപ്പോ നിലത്ത് വെച്ച്. മറ്റന്നാള് പോണെന്നുണ്ടാ അതിക്ക്? അപ്പൊ നമ്മുടെ കുഞ്ഞു പെണ്ണിനെ കാണിച്ചിരിക്കുകയാണ് ഗായ്സ്. ഇതാണ് നമ്മുടെ പൊന്ന്. ഇത് കണ്ടോ, ചിരിക്കുന്നുണ്ട്.
കുട്ടി. അപ്പൊ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് സജസ്റ്റ് ചെയ്തൊരു പേരാണ് ഞങ്ങൾ ഇട്ടേക്കുന്നത്. ശരിക്കും ഞാനും ആദ്യം കൂടെ ആ പേര് ഇഷ്ടപ്പെട്ടപ്പോൾ അവളുടെ പപ്പയോട് പറഞ്ഞു, പപ്പ ഞാൻ വേറെ മറുത്തൊന്നും പറയാതെ ആ പേര് ഭക്ഷണം വെച്ചാൽ പായസം വെച്ചപ്പോൾ ചെറുതായിട്ട് പാല് പിരിഞ്ഞു പോയി. അതെന്താ അങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ പായസം കുഴപ്പമില്ല. പിന്നെ പറ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഫംഗ്ഷൻ? നല്ലതായിരുന്നു. ഞങ്ങളിത് ഇത്രയും പേരും, പിന്നെ അവളുടെ പപ്പ ഇന്നലെ വന്നു. ഞങ്ങൾ ഇത്രയും പേരും കൂടെ കൂടിയിട്ടാട്ടോ ഉണ്ടായിരുന്നേ. പിന്നെ വളയിടുന്നത് അറിഞ്ഞാണം കിട്ടുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര കരച്ചിൽ പെണ്ണ്, ഭയങ്കര കരച്ചിലായപ്പോൾ ഞാൻ ഈ അറിഞ്ഞാണൊക്കെ എടുത്തു കൊടുക്കുന്നതിൻ്റെ ഒക്കെ തിരക്ക്. ആ പേര് സജസ്റ്റ് ചെയ്ത ആൾക്ക് ഒരുപാട് താങ്ക്സ്. അവരുടെ ആ ഒരു കമൻറ്റ് ഞാൻ പിൻ ചെയ്തേക്കാം. പിൻ ചെയ്യാതല്ല, ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഇത്രയും നാളും നമ്മളെ സപ്പോർട്ട് ചെയ്തതിന്. നല്ല രീതിയിൽ ഇങ്ങനെയാണ്, ഒരു ചെറിയ രീതിയിലാണെങ്കിൽ നമുക്ക് എല്ലാം നടത്താൻ പറ്റി. നടത്താനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതെ, എന്നാലും കൊച്ചിന് വേണ്ടുന്ന ചടങ്ങുകൾ ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അമ്മയോട് ചോദിച്ചിട്ട് അവിടെ അമ്മേനെ വിളിച്ചൊക്കെ ചോദിച്ച് ശരിക്കും. ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാം, നമ്മളിത് ചെയ്തത് ഒരറിവും വെച്ചിട്ടല്ല. നമ്മൾ അവിടുത്തെ അമ്മയും പറഞ്ഞു തന്നു. അമ്മയ്ക്കും അത്ര നന്നായിട്ടൊന്നും അറിയില്ല. ആദ്യയുടെ ആയിരുന്ന സമയത്താണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ നൂല് കെട്ടിവിടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതായിരുന്നപ്പോൾ നമുക്കൊന്നും അറിയില്ല, എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല. അവളുടെ പപ്പയ്ക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നന്നായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഊഹം വെച്ചിട്ട് വീഡിയോ ഒക്കെ കണ്ട് പിന്നെ അമ്മയുടെ അവരെയൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്തത്. ഇതിലെന്തെങ്കിലും തെറ്റുകൾ, കുറ്റങ്ങൾ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ മനോഹരമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് നമ്മുടെ കുഞ്ഞിനെ നമ്മൾ പേരിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പരിപാടികളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്നെയും അമ്മേനെയും കണ്ടിട്ടുണ്ടാവില്ല. തിരക്ക്. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഒന്ന് രാജക്കാട് പോയി ഓട്ടോ വിളിച്ച് പോയേ, സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് സാധനം കൂടെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് കട തുറക്കാത്തോണ്ട് തിരിച്ചു പോന്നു. ഇവർക്ക് ഇത് സാധനങ്ങൾ കൊടുക്കണമല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തിരിച്ചു പോന്നിട്ട് പിന്നെ ഞാൻ 9:30 ബസ്സിന് പോയി. അപ്പോൾ 11 കാലമായപ്പോഴാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ 11:45 നൂല് കെട്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സ്പീഡിൽ ഞാൻ അങ്ങനെ അങ്ങോട്ടും ഒക്കെ ഓടി കാര്യങ്ങളൊക്കെ സെറ്റാക്കി വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ഇട്ടു. പച്ച ഡ്രസ്സാണ് ഞാൻ ഇട്ട് വെച്ചത്. ദൈവമേ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്ന കാര്യം ഞാൻ മറന്നു പോയിടി. ശരി, സത്യമായിട്ടും ഞാൻ ഇവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലായതുകൊണ്ട് ഞങ്ങൾ നിന്നൊരു ഫോട്ടോ എടുക്കാനേ പറ്റിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ച് അവരെല്ലാവരും വരുമല്ലോ, അവരെല്ലാവരും കൂടെ വരുമ്പോൾ ചേട്ടായിക്ക് ഇപ്പം നാളെ വർക്കുണ്ട്, എവിടെയോ പോകണം, ട്രിവാൻഡ്രത്തെന്തോ പോകുന്നുണ്ട്. ചേട്ടായി പോയതാട്ടോ. ഇത് അവരും കൂടെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനും പച്ചയായിരുന്നു, അമ്മയും പച്ച ഇട്ട് വെച്ചെന്ന് തോന്നുന്നല്ലേ, നൈറ്റി ആയിട്ടുള്ള അമ്മ. അപ്പം എന്നെ എന്തായാലും നിങ്ങൾക്ക് ആ നേരം കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് തന്നെ. പിന്നെന്താ, നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അധികമൊന്നും നമ്മൾ ഉണ്ടാക്കിയില്ല. എന്താ കുറച്ചുണ്ടാക്കി. നമ്മൾ പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അധികം കഴിച്ചിട്ടില്ല. പിന്നെ അവർ വരുമ്പോഴത്തേക്കുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ. വേഗം നമ്മൾ അമ്മച്ചിക്കും വയ്യാൽ ഇതുമോക്കും ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതുകൊണ്ട് ചെറിയ രീതിയിലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കുടിച്ചില്ല. എനിക്കൊരു ഗ്ലാസ് വെള്ളം, കുടിവെള്ളം കേൾക്കാം. എനിക്ക് വേണ്ട. എന്നിട്ട് ഞാൻ എന്താ പറയാൻ പറഞ്ഞത്, പിന്നെ ഒരു കാര്യം, നമ്മുടെ കുഞ്ഞാവയ്ക്ക് നമ്മൾ ചരട് കെട്ടിയിരിക്കുന്ന പഞ്ചലോഹങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ. അത് നമ്മളെപ്പോഴും നമ്മുടെ പിള്ളേരെ ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ലപോലെ ചെയ്യാൻ ശ്രമിക്കണം. അപ്പം അവർക്ക് വേണ്ടിയിട്ട് അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചലോഹം ഏതൊക്കെയാണ് ലിതുമോളെ? പഞ്ചലോഹം വെള്ളി, ഇരുമ്പ്, ഈയം, സ്വർണം, വെള്ളി ആദ്യം പറഞ്ഞല്ലോ, ചെമ്പ്. ചെമ്പ്. അപ്പം അങ്ങനെ 5 പഞ്ചലോഹങ്ങളാണ്. അത് വെച്ചിട്ടുള്ള ഒരു ഇതാണ് കിട്ടിയേക്കുന്നത്. നല്ല രീതിയിൽ അവളെ നല്ലൊരു ഭാവി ഉണ്ടായി, പഠിച്ച് വിദ്യാഭ്യാസം നേടി നല്ലൊരു മിടുക്കിയായിട്ട് വന്ന ജോലിയൊക്കെ അത് തന്നെ. അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന അത് തന്നെ. എന്നിട്ട് അവളുടെ കാര്യം അവൾക്ക് അവളുടെ കാലിൽ നിൽക്കാനുള്ളതായിട്ട് അവൾക്ക് ചെയ്യാൻ കഴിയണം. അത് തന്നെ, ആരോഗ്യം വേണം. ആദിച്ചേട്ടനെ ഒക്കെ കുറുമ്പിയായിട്ട് ഇങ്ങനെ വളർന്നു വരാനുള്ളതാ. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഞങ്ങൾക്ക് വേണം, സഹകരണം വേണം. നിങ്ങളുടെ സഹകരണമാണ് ശക്തി. അത് തന്നെ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് പറയാൻ വാക്കുകളില്ല. ഞാൻ എന്നും പറയാൻ വാക്കുകളില്ല. പക്ഷെ സത്യം അതാണ്, നിങ്ങളുടെ അടുത്ത് പറയാൻ വാക്കുകളില്ല കേട്ടോ. അത്രയധികം നിങ്ങൾ സപ്പോർട്ട്, ഇത്രയും വെയിറ്റ് ചെയ്തു നിങ്ങൾ കുഞ്ഞാമ്മേനെ കാണാൻ വേണ്ടി. അത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ പ്രായമായവരുണ്ട്. കാരണം അവരുടെയൊക്കെ വാക്കുകൾ നമ്മൾ മാനിച്ചല്ലേ പറ്റുള്ളൂ.
കൊച്ചിനെ കാണിക്കരുതെന്ന് പറയുന്നവരുണ്ട്, അതുപോലെ കൊച്ചിന് വയ്യാതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോരുത്തരെയും വാക്കുകളെ മാനിച്ചുകൊണ്ട് ആണ് നമ്മൾ കുഞ്ഞാവെ കാണിക്കാത്തത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയുള്ള നമ്മുടെ കുട്ടി കുട്ടി വ്ലോഗുകളിലൊക്കെ നമ്മുടെ സുന്ദരിക്കുട്ടിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. പിന്നെ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റുകൾ വരുമ്പോൾ അത് ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബായ്. അപ്പോൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണാം. ബൈ.